നമസ്കാരം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരല്പം അഡ്വാൻസ് ലെവലുള്ള ഒരു യോഗ പോസ്റ്ററാണ്. ഇതിൻ്റെ പേര് കുപ്ര ഏകപാദ വസിഷ്ഠാസനം എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ നമുക്കെന്തെങ്കിലും ഷോൾഡറിന് വേദന ഉള്ളവരോ അല്ലെങ്കിൽ നമ്മുടെ കാലിൻ്റെ മുട്ടിന് പെയിൻ ഉള്ളവരോ ഒന്നും ഈ ഒരു പോസ്റ്റർ ചെയ്യരുത്. അപ്പോൾ നമുക്ക് പതിയെ ഒന്ന് ചെയ്ത് നോക്കാം. ഇതേപോലെ 4 ഹാൻഡ് പൊസിഷനിലേക്ക് വരിക. ഓക്കെ, 4 ഹാൻഡ് പൊസിഷനിലേക്ക് വന്നിട്ട് ശ്വാസം എടുത്ത് ശ്വാസം വിട്ടുകൊണ്ട് നിങ്ങളുടെ വലത് കൈയുടെ എൽബോ താഴെ പതിക്കുന്നു. ഇടത് വലത് കൈപ്പത്തി നേരെ താഴെയായിട്ട് പതിക്കുന്നു. ശ്വാസം എടുത്ത് നിങ്ങളുടെ വലത് കാല് ഇതുപോലെ ഉയർത്തുക. കാലിൽ 10 ഫ്ലെക്സ് പിടിക്കുക. ശ്വാസം വിട്ട് ഇടത് കാല് നീട്ടുന്നു. ഓക്കെ, എന്നിട്ട് നമ്മുടെ ഇടത് കൈ ഇതുപോലെ ഉയർത്തുന്നു. ശ്വാസം എടുത്തുകൊണ്ട് നോട്ടം നേരെ സാധാരണ ശ്വാസം 1 2 3 4 5. ദെൻ ശ്വാസം എടുത്ത് ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം കൈ താഴേക്ക് ഫസ്റ്റ്. ദെൻ ശ്വാസം എടുത്ത് കാല് താഴേക്ക്, ശ്വാസം വിട്ട് നമ്മുടെ ഇടത് കാല് താഴെ വയ്ക്കുന്നു. ശ്വാസം എടുത്ത് 4 ഹാൻഡ് പൊസിഷനിലേക്ക് വരിക. ശ്വാസം വിട്ട് ചൈൽഡ് പൊസിഷനിലേക്ക് വരിക. റിലാക്സ് ചെയ്യുക. അതിനുശേഷം അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒരല്പം ഞാൻ പറഞ്ഞൊരു അഡ്വാൻസ് ലെവലാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് മുട്ടിന് ഒരു ബുദ്ധിമുട്ട് തോന്നിയാൽ ഒരു ടവൽ മടക്കി മുട്ടിന് താഴെയിട്ട് വയ്ക്കുക ഒരു സപ്പോർട്ടിനായിട്ട്. എന്നിട്ട് പതിയെ ചെയ്ത് നോക്കുക. ഒരു കാര്യം കൂടെ ഞാൻ പറയാം, ഇതിൽ പുറകിലേക്ക് വീഴാനുള്ളൊരു ടെൻഡൻസി കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ശീലിക്കുമ്പോഴത്തേക്കും പുറകിൽ പില്ലോയോ എന്തെങ്കിലും ടവൽ എന്തെങ്കിലുമൊക്കെ മടക്കി വെച്ചിട്ട് വേണം ചെയ്യാൻ. കാര്യം പുറകോട്ട് വീഴാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഏത് യോഗ പോസസ് ചെയ്യുമ്പോഴും നിങ്ങൾ വാമപ്പ് എക്സസൈസ് അല്ലെങ്കിൽ ലൂസ്നി എക്സസൈസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമേ ചെയ്യാവുള്ളൂ. ഒരു പക്ഷേ ഞാൻ എൻ്റെ വീഡിയോയിൽ ഏതെങ്കിലും ഒരു സൈഡേ കാണിക്കുള്ളൂ. പക്ഷെ നിങ്ങൾ 2 സൈഡും ചെയ്യാനായിട്ട് ശ്രമിക്കണം. ചെയ്യണം എന്നല്ല, ചെയ്യണം, മസ്റ്റായിട്ട് ചെയ്യണം. ഓക്കെ, ശരി. അപ്പോൾ താങ്ക് യു.